ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ദ്വാരപാലക ശില്പങ്ങളിന്മേൽ അതിന്റെ സ്വർണ്ണപ്പാളി ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയാകാറായി പുനഃസ്ഥാപിച്ചിട്ട് ഏറ്റവും ഒടുവിൽ അതിന്റെ മുഖാവരണം, ദ്വാരപാലകരുടെ മുഖാവരണം കൂടി ഇപ്പോൾ തിരികെ സ്ഥാപിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ ശ്രീകോവിലിന്റെ 2 വശങ്ങളിലുമായി ആണ് ദ്വാരപാലകർ സ്ഥിതി ചെയ്യുന്നത്. ആ ദ്വാരപാലകർക്ക് മുകളിലാണ് ഈ സ്വർണ്ണപ്പാളി തയ്യാറാക്കിയത്. ആ സ്വർണ്ണപ്പാളിയിലാണ് സ്വർണം പൂശാൻ വേണ്ടി നേരത്തെ അവിടുന്ന് കൊണ്ടുപോയത്. അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതും ഇതേ പാളികളാണ്. തിരികെ എത്തിച്ച ശേഷമാണ് ഇപ്പോൾ ഈ ചടങ്ങ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തുലാമാസ പൂജകൾക്കായി നട തുറന്ന ദിവസം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. തുലാമാസ പൂജയുടെ ആദ്യ ദിനമായതുകൊണ്ട് തന്നെ അവിടെ ഭക്തജന തിരക്ക് അത്യാവശ്യമുണ്ട്. ആ ജനങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഈ ചടങ്ങ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. MG പ്രതീഷ് കൂടി ചേരുന്നു. പ്രതീഷ്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ദ്വാരപാലകരുടെ മുഖാവരണം കൂടി ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നു. അതായത് ഏതാണ്ട് പൂർത്തിയാകാറായി ഈ ജോലി, അല്ലേ? പ്രജിൻ, തീർച്ചയായും അല്പസമയത്തിനകം തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ ഒരു ദ്വാരപാലക ശില്പത്തിന്റെ മുഖാവരണം ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും അതിലേക്ക് പതിച്ചിരിക്കുന്നു, അതിലേക്ക് സ്ഥാപിച്ചിരിക്കുന്നു. സ്വർണം പൂശിയ സ്വർണം പാളി ദ്വാരപാലക ശില്പത്തിൽ പതിച്ചിരിക്കുകയാണ്. ഇനി മറ്റൊരു ശില്പം തൊട്ടപ്പുറത്തെ രണ്ടാമത്തെ ദ്വാരപാലക ശില്പങ്ങളിലാണ് ഇത് പതിപ്പിക്കേണ്ടത്. നേരത്തെ ഇതിന്റെ ശോഭ മങ്ങിയെന്ന് പറഞ്ഞായിരുന്നു 2025-ലും 2019 ശേഷം അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയത്. ഈ മാസം സെപ്റ്റംബർ 21 ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ആ ദിവസമാണ് വീണ്ടും ഈ അറ്റകുറ്റപ്പണി നടത്തി തിരികെ ശബരിമലയിൽ എത്തിച്ചത്. പിന്നീട് തുലാമാസ പൂജ സമയത്ത് സ്ഥാപിക്കാനായി ശബരിമല സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ സൂക്ഷിച്ചിരുന്ന ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ ആ സ്വർണ്ണപ്പാളികളാണ് ഇപ്പോൾ തിരികെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി ഒരു ദ്വാരപാലക ശില്പങ്ങളിൽ കൂടി മാത്രമാണ് ഈ സ്വർണ്ണപ്പാളി സ്ഥാപിക്കാനുള്ളത്. എല്ലാം 14 പാളികളാണ് ഈ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയിട്ടുള്ളത്. ആ 14 പാളികളാണ് ഇപ്പോൾ തിരികെ സ്ഥാപിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പ്രജിൻ, ഈ വിവാദങ്ങൾ, ഈ സ്വർണ്ണക്കൊള്ള, ഈ മറ്റ് വിവാദങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇന്ന് കാണാൻ കഴിയുമായിരുന്ന ഒരാളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഒപ്പം ഇന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാമായിരുന്നു. പക്ഷേ ഈ ഒരു ക്രമക്കേടുകൾ, കള്ളത്തരം ഒക്കെ തന്നെ അധിക നാൾ നീണ്ടുപോകില്ല, അല്ലെങ്കിൽ ഒരിക്കൽ പിടിക്കപ്പെടുമെന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്തും മറ്റ് മാസപൂജ സമയത്തും ഒക്കെ തന്നെ ശബരിമലയിലെ നിറസാന്നിധ്യമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ആർക്കുമില്ലാത്ത വലിയ ഒരു സാന്നിധ്യം, വലിയ എല്ലാ ഒരു പ്രാധാന്യവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ലഭിച്ചിരുന്നു. അതൊക്കെ തന്നെയാണ് മുതലാക്കിക്കൊണ്ട് വലിയ സ്വർണ്ണ കവർച്ചയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പദ്ധതിയിടുകയും ആ ഒരു സ്വർണം ഈ ശബരിമലയിൽ നിന്ന് തന്നെ കവരുകയും ചെയ്തത്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിൽ ഓരോ ദിവസവും പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ്. എല്ലാത്തിനും പ്രധാനപ്പെട്ട ആധാരങ്ങളിൽ ഒന്ന് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇവിടെ തിരികെ സ്ഥാപിക്കുന്ന ഈ സ്വർണ്ണപ്പാളികളാണ്. ഈ സ്വർണ്ണപ്പാളികളാണ് 2019 എല്ലാ നടപടിക്രമങ്ങളും കാറ്റിൽ പറത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ നിന്ന് സ്വന്തമായി കൊണ്ടുപോയത്. അത് ചെന്നൈയിൽ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകുന്നുവെന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൊണ്ടുപോയത് ബംഗളൂരുവിലാണ്. അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിക്കുന്നു, പൂജ നടത്തുന്നു. മറ്റ് പലയിടങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് പ്രദർശിപ്പിച്ച സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. അതിനേക്കാൾ അപ്പുറം ഏറ്റവും വലിയ ഞെട്ടലുണ്ടാക്കിയ കാര്യം, അതിന്റെ ഒരു സ്പോൺസറായ വലിയ അയ്യപ്പ ഭക്തനായ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഇതിൽ നിന്ന് സ്വർണം അപഹരിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നു. ഇതിൽ ഏകദേശം ഈ സ്മാർട്ട് ക്രിയേഷനുമായി ചേർന്നാണ് ഇത്തരത്തിൽ സ്വർണ്ണ അപഹരണം നടത്തിയത്. അതിൽ 476 ഗ്രാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയെന്നതാണ് സ്മാർട്ട് ക്രിയേഷൻ സിഒയുടെ മൊഴി. ഇതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഒരു ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് ശബരിമല ദ്വാരപാലക ശില്പങ്ങളിൽ അതേ സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിക്കുന്നത്. നേരത്തെ ഈ സ്വർണം പൊതിഞ്ഞ പാളികളായിരുന്നു, ചെമ്പ് തകിടിൽ സ്വർണം പൊതിഞ്ഞ പാളികളായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ സ്വർണ്ണപ്പാളികൾക്ക് യാതൊരു കേടുപാടുകളോ ശോഭയോ ഒന്നും തന്നെ മങ്ങിയിരുന്നില്ല. പക്ഷേ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ 2025 ആയപ്പോഴേക്കും മങ്ങി, ചെമ്പ് തെളിഞ്ഞു, അതിന്റെ ശോഭ പോയി എന്നുള്ള ചില കാരണങ്ങൾ പറഞ്ഞ് വീണ്ടും ഇത് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകുന്നു. 2025-ലും താൻ
സ്വന്തമായി തന്നെ ഇത് കൊണ്ടുപോയിക്കോളാം, മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥർ ആരും തന്നെ തനിക്കൊപ്പം വരണ്ട എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. പക്ഷേ അന്ന് ഉണ്ടായിരുന്ന ഈ തിരുവാഭരണം കമ്മീഷണർ അടക്കം ഇതിൽ ഇടപെടുകയും അങ്ങനെ സ്വന്തം നിലയ്ക്ക് ഇത് നൽകാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് എടുത്തതോടു കൂടിയാണ് 2019 ആ തട്ടിപ്പ് 2025 ആവർത്തിക്കാതിരുന്നത്. പക്ഷേ അപ്പോഴും സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല എന്നുള്ള ഗുരുതര വീഴ്ച ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ആ വീഴ്ചയാണ് ഈ ക്രമക്കേടുകളെല്ലാം തന്നെ കൈയോടെ പിടികൂടാൻ ഇടയാക്കിയത്. സ്പെഷ്യൽ കമ്മീഷണർ ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കുന്നു. ഹൈക്കോടതി ഇതിൽ കൃത്യമായി പരിശോധന നടത്തുന്നു. 42 കിലോയോളം ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെ തൂക്കം 38 കിലോയായി മാറുന്നു. 4 കിലോയോളം തൂക്ക വ്യത്യാസം ഉണ്ടാകുന്നു. അങ്ങനെ വലിയ ക്രമക്കേടുകളും അഴിമതികളും ഒക്കെ തന്നെ ഇതിൽ നടന്നുവെന്ന് ഹൈക്കോടതി കണ്ടെത്തുകയും വിശദമായ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. അതിൽ ഇതിവിടെ സ്ഥാപിച്ച അല്ലെങ്കിൽ ഇത് സ്പോൺസർഷിപ്പ് ആയി ഏറ്റെടുത്ത ആ വ്യക്തി തന്നെ ഒന്നാം പ്രതിയായി മാറുന്നു. അദ്ദേഹം അറസ്റ്റിലാകുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വിടുന്നു. അത്തരത്തിൽ വലിയ നടപടിക്രമങ്ങൾ, വലിയ നിയമ നടപടികൾ ഒരു വശത്ത് നടക്കുമ്പോഴാണ് ഈ തുലാമാസ പൂജകൾക്ക് ശബരിമല നട ഇന്ന് തുറക്കുമ്പോൾ അതേ സ്വർണ്ണപ്പാളികൾ, ഈ വിവാദങ്ങൾക്കെല്ലാം തന്നെ ആധാരമായ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കവർന്നു എന്ന് പറയപ്പെടുന്ന അതേ സ്വർണ്ണപ്പാളികൾ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നത്. നേരത്തെ ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാറ്റി ഇത് നേരത്തെ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളി തന്നെയാണോ തിരികെ എത്തിച്ചത് എന്നടക്കമുള്ള വലിയ ഒരു സംശയം ദേവസ്വം വിജിലൻസിനുണ്ടായിരുന്നു. ഇതിന്റെ ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ നടത്തണമെന്ന ഒരു തീരുമാനമൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിനും ഉണ്ടായിരുന്നു. അതിന്റെ ഒക്കെ തന്നെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായ പരിശോധനയാണ് പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സന്നിധാനത്ത് നടത്തിയത്. ഈ സ്ട്രോങ് റൂം തുറന്ന ഈ സ്വർണ്ണപ്പാളികളിൽ ഉൾപ്പെടെ കൃത്യമായ പരിശോധന, ഒരുപക്ഷെ ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം തുലാമാസ പൂജകൾക്ക് നട തുറക്കുമ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ വീണ്ടും തിരികെ സ്ഥാപിക്കുന്നു. ഏകദേശം അല്പസമയത്തിനകം തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. ഇനി ഒരു ദ്വാരപാലക ശില്പങ്ങളിൽ മാത്രമാണ് ഈ സ്വർണം പൊതിയാനുള്ളത്. അതിന്റെ മുഖാവരണം അല്പസമയത്തിനകം തന്നെ പതിപ്പിക്കും. അതോടുകൂടി തന്നെ ഈ 2 ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണം പാളികൾ പൊതിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.